നീറ്റ് 2023 ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആയത് ദ സ്റ്റെബിലിറ്റി ഓഫ് കോപ്പർ 2+ is more than copper plus salts in aqueous solution due to. മക്കളെ ശ്രദ്ധിക്കുക, കോപ്പർ 2+ന്റെ സോൾട്ടുകൾക്ക് കോപ്പർ പ്ലസിന്റെ സോൾട്ടിനേക്കാൾ സ്റ്റെബിലിറ്റി അക്വസ് മീഡിയത്തിൽ എന്തുകൊണ്ടാണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വൈസ് നോക്കിയാൽ കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 4s1 3d10 ആണ്. ആർഗൺ 4s1 3d10 ആണ് കോപ്പർ. അപ്പൊ കോപ്പർ പ്ലസിൽ വരിക ആർഗൺ 3d10 എന്ന് വരും, ആർഗൺ 3d10 എന്ന് വരും. എന്നാൽ കോപ്പർ 2+ ആവുമ്പം ആർഗൺ 3d9 എന്ന് വരും. സോ കോൺഫിഗറേഷൻ വൈസ് കോപ്പർ പ്ലസിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. ബട്ട് എന്നാലും പറയുന്നു അക്വസ് മീഡിയത്തിൽ കോപ്പർ 2+ന്റെ സോൾട്ടുകള് കോപ്പർ പ്ലസിന്റെ സോൾട്ടിനേക്കാൾ സ്റ്റേബിൾ ആണ്, which is due to greater hydration enthalpy of copper 2+ as compared to copper plus. എന്ന് പറഞ്ഞാൽ അക്വസ് മീഡിയത്തില് കോപ്പർ 2+ അയോൺ കോപ്പർ പ്ലസിനേക്കാൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യപ്പെടുകയും അത് കാരണം കൂടുതൽ എനർജി റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യും. കൂടുതൽ എനർജി റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് റീച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണല്ലോ ബോണ്ടിങ്ങിന്റെ ടെൻഡൻസി തന്നെ കാണിക്കുന്നത്. സോ കോപ്പർ 2+ സോൾട്ടുകള് കോപ്പർ പ്ലസ് സോൾട്ടിനേക്കാൾ സ്റ്റേബിൾ ആവാൻ കാരണം ഗ്രേറ്റർ ഹൈഡ്രേഷൻ എൻതാൽപി ഓഫ് കോപ്പർ 2+ ആസ് കമ്പയർഡ് ടു കോപ്പർ പ്ലസ്. സോ ഓപ്ഷൻ 2 is the right answer. Okay.